ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ അന്നത്തുള്ളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണേ. അപ്പോൾ ഇത് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഹിബാക്ക് കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സനീൻ്റെ കയ്യിൽ അകത്തും പുറത്തൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോമ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് രാത്രി പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പത്തിരിക്ക് കുഴച്ച് ഉണ്ടാക്കി തന്നെയുണ്ട്. ഞാൻ അത് പരുത്തി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉച്ചക്ക് ഉമ്മച്ചി വച്ചുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് വേഗം പത്തിരി പരുത്തി ചുടയാണ് കേട്ടോ ഞാൻ. പിന്നെ തുണി മടുക്കാനുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം മടക്കി വയ്ക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്കും മഗ്‌രിബ് കൊടുത്തത് നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് വാരി കൊടുക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ അവൾക്ക് വാരി കൊടുക്കണുണ്ട്. അപ്പോൾ തണുത്തോളം വേണമെന്നും പറഞ്ഞ് അവൾ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വാരിയും കൊടുക്കുന്നുണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും കഴിക്കാതിരുന്നു കേട്ടോ. പിള്ളേർ അവിടെ ടീച്ചറും കുട്ടിയും കളിക്കേണ്ട. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് ക്യാമറ ഉണ്ടായാണ് കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഇത് ടീച്ചർ, ഇത് കുട്ടികൾ. ടീച്ചർ കുട്ടികൾ. പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് സമാധാനത്തിന് സ്കൂളിൽ തുറക്കണതിന് തലേന്ന് വന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം ബുക്കൊക്കെ പൊതിഞ്ഞ് വെക്കാൻ കേട്ടോ. അപ്പോൾ തച്ചിനിരുന്നു. അപ്പോൾ പിള്ളേർ അവിടെ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ബുക്ക് വേണം. അല്ലെങ്കിൽ എന്തെന്ന് അറിയാമോ, എന്നെ സമ്മതിക്കില്ല. ഞാൻ ബുക്ക് ഒതുങ്ങുമ്പോൾ സ്റ്റാപ്ലെയറും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി കത്രയൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഇടയ്ക്കിട്ട് കയറുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് വേഗം ഞാൻ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്ക്, ഇപ്പോൾ ആദ്യം നോട്ട് ബുക്കാണ് പൊതിയണം, അത് കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയണം കേട്ടോ. ഞാൻ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇക്കാക്ക കമ്പിത്തിരിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇക്കാക്ക പിള്ളേർക്ക് കത്തിച്ച് അവരുടെ കയ്യിലോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി അത് വീഡിയോ എടുത്തു. അതിന് മുമ്പ് ഞാൻ നോട്ട്ബുക്കൊക്കെ പൊതിഞ്ഞ് തീർന്നായിരുന്നു കേട്ടോ. ഇനി എനിക്ക് ടെക്സ്റ്റ് ബുക്ക് അതിന് പൊതിയാൻ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ കമ്പിത്തിരിയും പൂത്തിരിയും കത്തിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി ടെക്സ്റ്റ് ബുക്കും പൊതിഞ്ഞ് വെച്ചിട്ടോ. ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെ രണ്ടുപേരും ഉറക്കിയിട്ടോ. ഈ ബാഗ് ഞാൻ രാവിലെ ഒരു കയ്യിലെ മൈലാഞ്ചി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ കയ്യിലും ഇട്ടരാന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇപ്പുറത്തെ കയ്യിലും സിമ്പിളായിട്ടുള്ളത് മതി എന്നും പറഞ്ഞത് മൊബൈൽ നോക്കിയാണ്ട് ഞാൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ എനിക്ക് ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കൂടാ, അല്ലാണ്ട് എൻ്റെ ഒരു ഇതിന് ഞാൻ ഇടൂല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടു. പിന്നെ 12 മണിയൊക്കെ ആവാറായി. അപ്പം ഞാൻ പോയി കിടന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മച്ചി ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ തലേന്നത്തെ ചിക്കൻ കറി ഇച്ചിരി ബാക്കിയുണ്ടായി. പിന്നെ പീസും വെള്ളത്തിലുണ്ടായിട്ടോ. അപ്പോൾ പീസ് കറിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പത്തിരിയും തലേന്നത്തെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ 8 മണിക്കാണ് പള്ളിയിൽ നിസ്കാരം. അപ്പോൾ അതിന് മുമ്പ് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ മോനെ പള്ളിയിൽ പോകാൻ വേണ്ടി വിളിച്ച് എണീപ്പിച്ചപ്പോൾ അവനിക്ക് പള്ളിയിൽ പോകണ്ടെന്നും പറഞ്ഞ് മടി പിടിച്ച് കുളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് വാശി പിടിച്ച് അങ്ങോട്ട് അവൻ പോയില്ല കേട്ടോ പള്ളിയിൽ. മോള് എണിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അവൾ കിടന്ന് ഉറങ്ങിയാണ്. അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. അവനടുത്ത് കുറേ പറഞ്ഞു പോകാൻ ഇറങ്ങുമ്പോൾ കരയരുത്, വാപ്പി കൊണ്ടുപോകില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ജന്മം ചെയ്ത് അവൻ പോകില്ല എന്നാണ്ടാ പറയണം. അത് കഴിഞ്ഞ് പിന്നെ ഇക്കാക്ക ചായ കുടിച്ചില്ല കേട്ടോ. കാക്ക വിശക്കണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇക്കാക്ക കുളിയും കഴിഞ്ഞ് റെഡി ആയി കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇക്കാക്കൻ്റെ കൂട്ടുകാരൻ അൻസാർ കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക അവരോട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞു. ഇനി കുളിക്കണം. ഇതേപോലെ കുളിപ്പിച്ച് റെഡിയാക്കി ഫോട്ടോ എടുത്തിട്ട് വേണം എനിക്ക് കുളിച്ച് റെഡിയായി ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ കാണാം.
പിള്ളേരെ രണ്ടുപേരെയും കുളിപ്പിച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ടോ. അപ്പത്തേക്കും ദേ ഇക്കാക്ക പള്ളീന്ന് നിസ്കാരവും കഴിഞ്ഞ് വന്നപ്പോൾ ഐസ്ക്രീമായിട്ട് വന്നതായിരുന്നു ട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ദേ ഇരുന്ന് ഐസ്ക്രീമൊക്കെ തിന്നു. പിള്ളേര് ദേ വണ്ടിയിലിരുന്ന് കളിക്കുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ ഇതും പിടിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇക്കാക്ക പറഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ദേ അതിനൂനെ അമീറാനെയൊക്കെ റെഡിയാക്കിട്ടോ. അപ്പം ദേ ഞാൻ പിള്ളേരെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇബായും റെഡി ആവണ്ടായിരുന്നു ട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും റെഡി ആവാമെന്ന് ഓർത്തു. ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം, റീലൊക്കെ എടുക്കണം. അപ്പോൾ ദേ എൻ്റെ ചുരിദാർ ഇതാണ് കേട്ടോ. എനിക്ക് റെഡ് കളർ ചുരിദാറില്ല. അപ്പോൾ എനിക്ക് ചുരിദാർ ഞാൻ റെഡ് കളറാണ് ട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ദേ ഹിബായും റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പോൾ ദേ ഹിബായും അതിനും അമീറായും ഈ കാലിവിടെ പള്ളിയിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ദേ പോവാൻ പോണേണ് ട്ടോ. അങ്ങനെ അവർ പോയി. അങ്ങനെ ഇവരെയൊക്കെ പിള്ളേരൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇനി എനിക്ക് റെഡിയാവണം. അപ്പോൾ ഇനി റെഡിയാവാൻ പോവുകയാണ്. പിള്ളേരെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ദേ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയേക്കുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതിലേക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വാപ്പച്ചി ഈ പ്രാവശ്യം ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടി ബക്കറ്റ് ബിരിയാണി. അപ്പം അത് അപ്പം ഞങ്ങളും ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പീൻ്റെ അടുത്ത് ഞങ്ങൾക്കും ചിക്കൻ ബിരിയാണി വേണമെന്ന്. വക മാത്രം പോയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കയറിപ്പോയതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോണു. എവിടെ തൃക്കാക്കര പോണം ഫുഡ് എടുക്കാൻ. ഫുഡ് തിന്നാൻ ചപ്പ് രാത്രി കയറാൻ പോലും പറ്റില്ല. ഫുഡ് എടുത്ത് നേരെ പോകുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേച്ചി പിള്ളേർക്ക് വിശക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ബഹളം ഉണ്ടാക്കി. എനിക്കും വിശപ്പ് തുടങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ബാക്കൊക്കെ നല്ലോണം വിശന്ന് തുടങ്ങി. അപ്പോൾ ഇക്കാകായും വാപ്പിച്ചൊന്നും പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പോത്തിനൊക്കെ ഇറക്കിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശന്നിട്ടുമുള്ള അപ്പോൾ അവർ തന്നെ ഒരു വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പിള്ളേർക്ക് എടുത്തു കൊടുത്ത് ഞാനും കഴിച്ച് ഈ ഭയം കഴിക്കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അത് ഇക്കാക്ക ഇറച്ചി കൊണ്ടു തന്നിട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാനും ഉമ്മച്ചിയും കൂടി ഇരുന്ന് അരിഞ്ഞെടുത്തിട്ടോ. അത് പിന്നെ സവാളയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് അതൊക്കെ ചെയ്യാനുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ വേഗം സവാളയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മാമായും ഉമ്മായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സനീൻ്റെ ഹസ്ബൻഡ് അൻസാർ കാക്ക ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കേട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ അതേ വൈകുന്നേരം ആയപ്പോഴേക്കും ഇടത്തിലേക്ക് വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ വന്നപ്പോൾ അതിനൂനും അമീറാക്കും വാച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവർക്ക് ചായയൊക്കെ വെക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഉമ്മച്ചി ഇതേ ബീഫ് കറി വെക്കാൻ വേണ്ടി സവാളയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴേക്കും സൗഫിയൊക്കെ വന്നായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു. ഞങ്ങൾ ബീഫ് പൊരിച്ചതും കറിയും ചപ്പാത്തിയും ബ്രെഡൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് രാത്രി ആയപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ വെള്ളാങ്ങി കയറി ഫാത്തിമാനെയും കൂട്ടണമായിരുന്നു. അങ്ങനെ ഫാത്തിമാനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.